ജോസിയൻ ഗിരിമുഖ് സ്വാഗതം. തേനീച്ചകളെ ഇറ്റാലിയൻ ഫ്രെയിമുകളും, അതായത് ഞൊടിയിൽ തേനീച്ചകളെ ഇറ്റാലിയൻ ഫ്രെയിമിലും വളർത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നിക്സൺ പിരിയമാക്കൽ ചെങ്ങളം. അദ്ദേഹം ഇന്നലെ ചങ്ങനാശ്ശേരി RPSന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ് അദ്ദേഹം നടത്തുകയുണ്ടായി. 15 കർഷകർ പങ്കെടുത്തു. അതിൽ റബ്ബർ ബോർഡിൻ്റെ റീജിയണൽ ഡയറക്ടറായ ശ്രീമതി ആൻസമ്മ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ ആ തേനീച്ച വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. എങ്ങനെ തേനീച്ചകളെ നമുക്ക് കൂടുതൽ തേനീച്ചകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കാമെന്നാണ് അദ്ദേഹം ഇറ്റാലിയൻ ഫ്രെയിമിൽ കൂടി കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായി ഒരു ചെറിയ അപേക്ഷ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ചിലപ്പോൾ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടണിൽ അമർത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനാണ് ലഭിക്കും. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. താങ്ക് യു. പറയണം. നമ്മൾ ഇറ്റാലിയൻ ഈച്ചയിൽ ഞൊടിയൻ ഈച്ച വളർത്തുന്നതിൻ്റെ മുമ്പ് ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ ആ അടകൾ നമ്മൾ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തേനീച്ച കൃഷിയിൽ പരിശീലനത്തിനായി എത്തിയിരിക്കുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. നിങ്ങൾ എല്ലാവരും അതിൻ്റെ നമ്മൾ തേനീച്ച ഈ രീതി വികസിപ്പിച്ചു എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. അപ്പോൾ അവരത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടകൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് 2 അടകളാണ് ഇതിൻ്റെ ഉള്ളത്. 2 സൈഡിലും അടകളുണ്ട്. അപ്പം ഒരു പ്രേമത്തിൽ തന്നെ 2 അടയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവൻ മുട്ടയും പുഴുവാണ്. ഇതിനകത്ത് ക്യൂൻസലുകളൊന്നുമില്ല. ഇപ്പം വേറൊരു അട ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിനകത്താണെങ്കിൽ മുഴുവൻ പൂമ്പൊടിയാണ് നടത്തിയിരിക്കുന്നത്. ബാക്കി അടകളൊക്കെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈച്ചകൾ ഇനിയും തേൻ വരുവാണെങ്കിൽ അടകൾ ഇനിയും വലുതാക്കിക്കൊണ്ട് വരും. ഇതിന്റെ ഈ അടകൾ ഇങ്ങനെ വലുതാകും, നമുക്ക് കാണിക്കാം. അപ്പൊ ഇത് അപ്പം ഈ ഈച്ച ഇറ്റാലിയൻ പ്രേമേ തന്നെ ഈ തേനീച്ച നാടൻ ഈച്ചയ്ക്കും വളരാൻ പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇത്. വലിപ്പമുള്ള 2 അടകളാണ്. ധാരാളം ഈച്ചകളുണ്ട്. നമ്മൾ ഊതിയാൽ ഭയങ്കര ദേഷ്യം.